നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഇന്ന് ലോകം കീഴടക്കുകയാണ്. ഈ നിർമ്മിത ബുദ്ധി ലോകത്തിനെ നല്ലതിലേക്കായിരിക്കുമോ എത്തിക്കുന്നത് അതോ ദുരന്തത്തിലേക്കായിരിക്കുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും വ്യാപകമാണ്. മനുഷ്യന് പകരമാകും അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് പകരമാകുമോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ശരിക്കും പല മേഖലകളിലും തൊഴിലവസരങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ AI മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ഔട്ട്സോഴ്സിംഗ് മേഖലയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുകയാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ നൂറ്റാണ്ടായി ലോകത്തിൻ്റെ ബാക്ക് ഓഫീസ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഔട്ട്സോഴ്സിംഗ് നടക്കാറുള്ളത്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ ഔട്ട്സോഴ്സിംഗ് നടക്കുന്നതിൽ ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു വരുമാനം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നേടാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ AIയുടെ വരവോടുകൂടി ഇപ്പോൾ പല സ്ഥാപനങ്ങളും ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. IT മേഖലയിലുള്ള എത്രയോ പ്രമുഖ കമ്പനികൾ ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മേഖലയിൽ പരമാവധി AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഔട്ട്സോഴ്സിംഗ് നടത്താം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്നായിരിക്കും ടെലികോളർ സംവിധാനത്തിലൊക്കെ തന്നെ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഉറക്കമുളച്ചിരുന്ന് ആളുകൾ ജോലി ചെയ്ത് ധാരാളമായി പണം സമ്പാദിക്കുന്നത് ഇന്ത്യയിൽ പതിവായിരുന്നു. മറ്റ് ജോലികളുള്ളവർ പോലും ഇതൊരു സൈഡ് ബിസിനസ്സായി ചെയ്യുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് ക്രമേണ ഇല്ലാതാകുമോ എന്നാണ് ഇപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് പറയുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS എന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകം നിലവാരം പുലർത്തുന്ന കമ്പനി 2022 നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇപ്പോൾ 20,000-ഓളം ഒഴിവുകൾ അവർ മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. തൽക്കാലം നിയമിക്കേണ്ടതില്ല എന്നാണ് അവരുടെ നീക്കം. അതുപോലെ ഇൻഫോസിസ് അടക്കമുള്ള വൻകിട IT സ്ഥാപനങ്ങളൊക്കെ തന്നെ അവരുടെ നിയമനങ്ങളും ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ AIയുടെ സാധ്യതകൾ വിലയിരുത്തി അല്ലെങ്കിൽ AI സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ആളുകൾക്ക് പകരം AI സംവിധാനം ഉപയോഗിക്കാം എന്നുള്ള ചില പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ നിയമനത്തിന് താൽക്കാലികമായി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമനം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ ഡെവലപ്പർക്ക് നൽകുന്നതിനേക്കാൾ എത്രയോ ചുരുങ്ങിയ ചിലവിൽ AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഈ ജോലി ചെയ്യാം എന്നാണ് ഇപ്പോൾ IT കമ്പനികൾ ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ തോതിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഈ കമ്പനികൾക്ക് നേടാൻ കഴിയും. മാത്രമല്ല ഈ ജീവനക്കാരുടെ മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയും. ഇന്ത്യയിൽ ഈ കമ്പനികൾക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ നിന്നാണ് ആളുകൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ജീവനക്കാരെ ഒഴിവാക്കുന്നതിലൂടെ കറണ്ട് ചാർജ് ഇനത്തിലും അതിൽ വാട്ടർ ചാർജ് ഇനത്തിലും മറ്റൊരുപാട് അടിസ്ഥാന സൗകര്യ വ്യവസ്ഥകളുടെയൊക്കെ തന്നെ കാര്യത്തിൽ വലിയ തോതിൽ കുറവ് വരുത്താൻ കഴിയും എന്നാണ് IT കമ്പനികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ AIയെ കൂടുതലായി ആശ്രയിക്കാൻ പോകുന്നത്. പക്ഷേ AIക്ക് ചില പരിമിതികളുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും നിഷേധിക്കാൻ കഴിയുകയില്ല. AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും ശരിയാണോ എന്നുറപ്പാക്കാൻ അത് മനുഷ്യൻ തന്നെ വേണ്ടി വരും എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ജീവനക്കാരുടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഈ IT കമ്പനികളെ ഇത്തരം ഒരു രീതിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതുപോലെ ഈ ക്യാമ്പസ് സെലക്ഷനുകൾ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ IT മേഖലയ്ക്ക് വലിയ തോതിൽ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇൻ്റർവ്യൂ നടക്കുമായിരുന്നു. അങ്ങനെ പഠിത്തം കഴിയുന്ന അതേസമയം തന്നെ ഒരുപാട് പേർക്ക് വലിയ തുക ശമ്പളം ലഭിക്കുന്ന രീതിയിൽ ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ആ അവസ്ഥയൊക്കെ തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് സ്റ്റാർട്ടപ്പുകളുടെ പ്രശ്നം. നിരവധി ചെറുപ്പക്കാർ പഠിത്തം കഴിഞ്ഞ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ വളരെ കുറച്ച് ജീവനക്കാരെ വെച്ച് മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ AI സംവിധാനം വന്നതോടുകൂടി ഈ ബാക്കിയുള്ളവരെയും കൂടി പിരിച്ചുവിട്ടിട്ട് 1-2 പേരെ മാത്രം വെച്ച് ഈ സ്റ്റാർട്ടപ്പുകൾ നടത്താനും ഇപ്പോൾ അവർ പദ്ധതി ചെയ്യുന്നുണ്ട്. കാരണം തുടക്കക്കാർ എന്നുള്ള നിലയിൽ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കാതെ വളരെ കുറഞ്ഞ ചിലവ് കൊണ്ട് തന്നെ തങ്ങൾക്ക് പരമാവധി ലാഭം ഉണ്ടാക്കാനായിരിക്കും എപ്പോഴും ഈ സ്റ്റാർട്ടപ്പുകൾ ശ്രമിക്കുന്നത്. കൂടാതെ ഇന്ത്യക്ക് വലിയ തോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒന്നുകൂടിയായിരുന്നു ഈ ഒരു മേഖല. ഇന്ത്യയുടെ GDPയുടെ 7%, അതായത് $300 ബില്യൺ ഓരോ വർഷവും ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുമായിരുന്നത്. ഏതായാലും ഈ ഒരു മേഖലയിലുമൊക്കെ തന്നെ ഇനി വലിയ തോതിലുള്ള വരുമാനക്കുറവ് ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ടെക് മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും ഭാവിയിലേക്ക് വേണ്ടി മറ്റേതെങ്കിലും ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. IT കമ്പനികളെക്കുറിച്ച് നമുക്കറിയാം. അവിടെ പല സ്ഥാപനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുള്ള ഒന്നും തന്നെ അനുവദിക്കപ്പെട്ടിട്ടില്ല. ജീവനക്കാരെ കൂട്ടത്തോടെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്ന രീതിയാണ് ഇവിടങ്ങളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളൊന്നും തന്നെ ബാധകമാകാത്ത രീതിയിലുമാണ് ഈ പല IT സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ AI എന്നുള്ള സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ തോതിൽ ഇന്ത്യയുടെ വിദേശ നാണ്യത്തെയും ഒക്കെ തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. AI വന്നാലും മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പുതിയ
തലമുറയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇതൊരു സൂചനയായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം IT മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഒരുപക്ഷെ ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ജോലി യന്ത്രം ഏറ്റെടുക്കുക, കമ്പ്യൂട്ടർ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എങ്കിൽ പോലും അതും ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി.